ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മൊഡ്യൂൾ 4 ഒരു യൂണിവേഴ്സിറ്റി പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ബി പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കാസ്കേഡ് ആൻഡ് പാരലൽ ഫോം റിയലൈസേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. y of n എന്ന് പറഞ്ഞ് ഇതാണ് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് അതിൻ്റെ സെറ്റ് ഫോമിലേക്ക് ആക്കണം. സോ സെറ്റ് ഫോമിലേക്ക് ആക്കാൻ എന്താ ചെയ്യുക, എത്ര ഡിലേ ഉണ്ടോ അത്രയും സെറ്റ് റേസ് ടു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ y of n -1 ആണ്. സോ സെറ്റ് റേസ് ടു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ y of n -2 ആകുമ്പോൾ സെറ്റ് റേസ് ടു -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ എക്സ് ഓഫ് എന്നിന് എക്സ് ഓഫ് സെറ്റ് എന്ന് തന്നെ എഴുതിയാൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് y ഓഫ് സെറ്റ് എന്ന് പറയുന്നത് -0.1 സെറ്റ് റേസ് ടു -1 y ഓഫ് സെറ്റ് പ്ലസ് 0.2 സെറ്റ് റേസ് ടു -2 y ഓഫ് സെറ്റ് പ്ലസ് 3 ഇൻറ്റു എക്സ് ഓഫ് സെറ്റ് പ്ലസ് 3.6 സെറ്റ് റേസ് ടു -1 എക്സ് ഓഫ് സെറ്റ് പ്ലസ് 0.6 സെറ്റ് റേസ് ടു -2 എക്സ് ഓഫ് സെറ്റ് കിട്ടും. ഇനി ഇതിൻ്റെ y ഓഫ് സെറ്റിൻ്റെ ടേംസിനൊക്കെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരിക, എക്സ് ഓഫ് സെറ്റിൻ്റെ ടേംസിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. ദെൻ നമുക്ക് വേണ്ടത് എച്ച് ഓഫ് സെറ്റ് ആണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ y ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെറ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 പ്ലസ് 3.6 സെറ്റ് റേസ് ടു -1 പ്ലസ് 0.6 സെറ്റ് റേസ് ടു -2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 സെറ്റ് റേസ് ടു -1 മൈനസ് 0.2 സെറ്റ് റേസ് ടു -2. ഇങ്ങനെയാണ് നമുക്ക് എച്ച് ഓഫ് സെറ്റ് കിട്ടുക. ഇനി അതിൻ്റെ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാസ്കേഡ് ഫോമാണ്. കാസ്കേഡ് ഫോമിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്? നമ്മൾ ഈ എച്ച് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ് കിട്ടിയ ഫംഗ്ഷനെ ചെറിയ ഫങ്ഷൻസ് ആക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കാസ്കേഡ് ഫോമിൽ എഴുതുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് വരിക. നമ്മൾ എക്സ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുന്നു. എച്ച് ഓഫ് സെറ്റിന് നമ്മൾ 2 ഫങ്ഷൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു, h1 ഓഫ് സെറ്റും h2 ഓഫ് സെറ്റും. എന്നിട്ട് h1 ഓഫ് സെറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും h2 ഓഫ് സെറ്റിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ കാസ്കേഡ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് വരയ്ക്കേണ്ടത് കാസ്കേഡ് ഫോമിൽ. അതിന് നമ്മൾ എച്ച് ഓഫ് സെറ്റിനെ 2 ഫങ്ഷൻസ് ആക്കിയിട്ട് 2 ഫങ്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതണം. സോ h1 ഓഫ് സെറ്റ് ഇൻറ്റു h2 ഓഫ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യണം. ന്യൂമറേറ്റർ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ 3 പ്ലസ് 3.6 സെറ്റ് റേസ് ടു -1 പ്ലസ് 0.6 സെറ്റ് റേസ് ടു -2ന് സെറ്റ് റേസ് ടു -2 നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ കിട്ടും. 3 സെറ്റ് സ്ക്വയർ പ്ലസ് 3.6 സെറ്റ് പ്ലസ് 0.6. ഇതിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൻ്റെ വാല്യൂസ് 2 വാല്യൂസ് കിട്ടും. സെറ്റ് ഈക്വൽ ടു -0.2 സെറ്റ് ഈക്വൽ ടു -1 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഈ സെറ്റ് റേസ് ടു -2നെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. സെറ്റ് റേസ് ടു -1 ഇൻറ്റു സെറ്റ് റേസ് ടു -1 സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഓരോ സെറ്റ് റേസ് ടു -1 വെച്ചിട്ട് ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 1 പ്ലസ് 0.2 സെറ്റ് റേസ് ടു -1 ഇൻറ്റു 1 പ്ലസ് സെറ്റ് റേസ് ടു -1 എന്ന് കിട്ടും. ഇതേപോലെ തന്നെ ഡിനോമിനേറ്ററിനെയും ഇതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 2 ടേംസ് കിട്ടുന്നത് 1 പ്ലസ് 0.5 സെറ്റ് റേസ് ടു -1 ഇൻറ്റു 1 മൈനസ് 0.4 സെറ്റ് റേസ് ടു -1 കിട്ടും. അപ്പോൾ എച്ച് ഓഫ് സെറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ രീതിയിൽ എഴുതാൻ പറ്റും. 1 പ്ലസ് 0.2 സെറ്റ് റേസ് ടു -1 ഇൻറ്റു 1 പ്ലസ് സെറ്റ് റേസ് ടു -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.5 സെറ്റ് റേസ് ടു -1 ഇൻറ്റു 1 മൈനസ് 0.4 സെറ്റ് റേസ് ടു -1. അപ്പോൾ നമുക്ക് 2 ഫംഗ്ഷൻ കിട്ടിയില്ലേ? ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫസ്റ്റ് ഫംഗ്ഷനെ h1 ഓഫ് സെറ്റ് എന്ന് എഴുതി, സെക്കൻഡ് ഫംഗ്ഷനെ നമ്മൾ h2 ഓഫ് സെറ്റ് എന്ന് എഴുതി. ഇനി ഈ h1 ഓഫ് സെറ്റിന് നമ്മൾ റിയലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഫോം 2 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. h1 ഓഫ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തു. 1 പ്ലസ് 0.2 സെറ്റ് റേസ് ടു -1 ഡിവൈഡ് ബൈ 1 പ്ലസ് 0.5 സെറ്റ് റേസ് ടു -1. അതിന് നമ്മൾ എന്ത് ചെയ്തു? w ഓഫ് സെറ്റ് എന്ന് പറഞ്ഞൊരു ഇൻ്റർമീഡിയറ്റ് ടേം വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. y1 ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ w ഓഫ് സെറ്റ് ഇൻറ്റു w ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെറ്റ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് y1 ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ w ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂമറേറ്റർ ആയിരിക്കും. ദെൻ w ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആയിരിക്കും. എന്നിട്ട് ഇതിൽ നിന്ന് y1 ഓഫ് സെറ്റിനെ
അവിടെ നിർത്തി ഡബ്ല്യു ഓഫ് സെറ്റിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ y1 ഓഫ് സെറ്റ് ഈക്വൽ ടു ഡബ്ല്യു ഓഫ് സെറ്റ് പ്ലസ് 0.2 സെറ്റ് റേസ്റ്റ് മൈനസ് 1 ഡബ്ല്യു ഓഫ് സെറ്റ് എന്ന് കിട്ടും. അതേപോലെ ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഡബ്ല്യു ഓഫ് സെറ്റ് ഈക്വൽ ടു എക്സ് ഓഫ് സെറ്റ് മൈനസ് 0.5 സെറ്റ് റേസ്റ്റ് മൈനസ് 1 എക്സ് ഓഫ് സെറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസാണ് നമുക്ക് വേണ്ടത്. ഡയറക്റ്റ് ഫോം 2-ൽ നമ്മൾ റിയലൈസ് ചെയ്യാം. ഇനി അടുത്ത ഫംഗ്ഷനും h2 ഓഫ് സെറ്റും ഇതേപോലെ തന്നെ ഡയറക്റ്റ് ഫോം 2 മെത്തേഡ് വെച്ച് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാം. y ഓഫ് സെറ്റിൻ്റെയും w ഓഫ് സെറ്റിൻ്റെയും ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ ഈ 4 ഇക്വേഷൻസിൽ നിന്ന് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച y ഓഫ് സെറ്റിൻ്റെയും w ഓഫ് സെറ്റിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം അല്ലേ. ഫസ്റ്റ് 2 ഇക്വേഷൻസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പാർട്ട്, ഇതാണ് നമ്മുടെ h1 ഓഫ് സെഡ്. അതിൻ്റെ ഔട്ട്പുട്ടിലാണ് h2 ഓഫ് സെഡിൻ്റെ ഇൻപുട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ h2 ഓഫ് സെഡ്. ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ h2 ഓഫ് സെഡ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? w ഓഫ് സെഡ് ഈക്വൽ ടു y1 ഓഫ് സെറ്റ് പ്ലസ് 0.4 സെറ്റ് റേസ്റ്റ് മൈനസ് 1 w ഓഫ് സെറ്റ്. അപ്പോൾ w ഓഫ് സെറ്റ് ആണ് ഇവിടെ നടുവിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ w ഓഫ് സെറ്റിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? സെറ്റ് റേസ്റ്റ് മൈനസ് 1 ഇൻറ്റു 0.4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. w ഓഫ് സെറ്റ് ഇൻറ്റു സെറ്റ് റേസ്റ്റ് മൈനസ് 1, പിന്നെ അഗെയിൻ അതിനെ 0.4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ആഡിലേക്ക് കൊടുത്തു. പിന്നെ y1 ഓഫ് സെറ്റ് ആണ് നമ്മുടെ ഇൻപുട്ട്. സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻപുട്ട് y1 ഓഫ് സെറ്റ് ആണ്. സോ y1 ഓഫ് സെറ്റ് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് y1 ഓഫ് സെറ്റ് ആണ്, അതാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ y1 ഓഫ് സെറ്റ് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് ഇവിടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. ഒന്ന് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് y ഓഫ് സെറ്റ്. ഔട്ട്പുട്ടിൻ്റെ പാർട്ട് വരയ്ക്കാനായിട്ട് എങ്ങനെയാണ് ഇക്വേഷൻ? w ഓഫ് സെറ്റ് പ്ലസ് സെറ്റ് റേസ്റ്റ് മൈനസ് 1 ഇൻറ്റു w ഓഫ് സെറ്റ്. അപ്പോൾ w ഓഫ് സെറ്റ് നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരച്ചു, ഡയറക്റ്റ് വരച്ചു. കോഎഫിഷ്യൻറ്റ് 1 ആണ്, സോ നമ്മളൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഇനി സെറ്റ് റേസ്റ്റ് മൈനസ് 1 വെച്ച് നമ്മൾ w ഓഫ് സെറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് കോഎഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് ഇവിടെ 1 ആണ് കോഎഫിഷ്യൻറ്റ്, ഇങ്ങോട്ട് വരച്ചു, ആഡിലേക്ക് വരച്ചു. എന്നിട്ട് y ഓഫ് സെറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഡയറക്റ്റ് ഫോം 2 വെച്ച് ഇത് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ 1 കോഎഫിഷ്യൻറ്റ് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാസ്കേഡ് ഫോം റിയലൈസേഷൻ. ഇനി പാരലൽ ഫോം റിയലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് h ഓഫ് സെഡ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതണം. ഈ ഒരു രീതിയിലാണ് പാരലൽ ഫോം ഫോർമാറ്റ് നമ്മൾ എഴുതേണ്ടത്. സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻറ്റ് പ്ലസ് സം ഓഫ് k ഈക്വൽ ടു 1 to n ck ഡിവൈഡഡ് ബൈ 1 മൈനസ് പി കെ ഇൻറ്റു സെറ്റ് റേസ്റ്റ് മൈനസ് 1. ഇതിൽ പി കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് റേസ്റ്റ് മൈനസ് 2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ 2 ആയിരിക്കും. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സി പ്ലസ് c1 ഡിവൈഡ് ബൈ 1 മൈനസ് p1 സെറ്റ് റേസ്റ്റ് മൈനസ് 1 പ്ലസ് c2 ഡിവൈഡ് ബൈ 1 മൈനസ് p2 സെറ്റ് റേസ്റ്റ് മൈനസ് 1. ഇങ്ങനെ രണ്ട് ഫങ്ഷൻസിൻ്റെ സമ്മായിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. കാസ്കേഡ് ഫോമിലാവുമ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് വരിക, ഇവിടെ നമ്മൾ അഡീഷനാണ് വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഒരു കോൺസ്റ്റൻറ്റ് പ്ലസ് രണ്ട് ഫങ്ഷൻസിൻ്റെ സമ്മ്, അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിതിൻ്റെ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ന്യൂമറേറ്റർ ഇവിടെ എഴുതി, അതിനെ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. സെറ്റ് റേസ്റ്റ് മൈനസ് 2ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഫസ്റ്റ് എടുക്കേണ്ടത്. ഇവിടെ മൈനസ് 0.2ഉം ഇവിടെ 0.6 ആണ്. അപ്പോൾ 0.6 ഡിവൈഡഡ് ബൈ മൈനസ് 0.2 എത്ര വരും? -3. അത് നമ്മൾ മുകളിൽ എഴുതി. എന്നിട്ട് ഈ -3 വെച്ചിട്ട് ഈ ഒരു ഹോൾ ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം -3 വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.6 സെറ്റ് റേസ്റ്റ് -2 മൈനസ് 0.3 സെറ്റ് റേസ്റ്റ് -1 -3 വരും. എന്നിട്ട് ഇത് മൈനസ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 3.9 സെറ്റ് റേസ്റ്റ് -1 പ്ലസ് 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺസ്റ്റൻറ്റ് കിട്ടി. -3 ആണ് നമ്മുടെ കോൺസ്റ്റൻറ്റ്.
ബാക്കിയുള്ള ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെ എഴുതി, ഈ ഒരു ഫോർമാറ്റിൽ എഴുതി. ഇനി ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി ചെയ്യേണ്ടത്. എന്നിട്ടാണ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മാക്കി നമ്മൾ എഴുതുന്നത്. സോ -3 പ്ലസ് a ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.5 സെറ്റ് റേസ് ടു -1 പ്ലസ് b ഡിവൈഡ് ബൈ 1 മൈനസ് 0.4 സെറ്റ് റേസ് ടു -1. ഈ ഡിനോമിനേറ്ററിലെ ടേംസ് നമ്മൾ നേരത്തെ ഓൾറെഡി കാസ്കേഡ് ഫോമിൽ നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സെയിം തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ അത് ഡയറക്റ്റ് ഞാനിവിടെ എഴുതി. എന്നിട്ട് നമ്മൾ ഇനി എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ രണ്ട് ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. a × 1 മൈനസ് 0.4 സെറ്റ് റേസ് ടു -1 പ്ലസ് b × 1 പ്ലസ് 0.5 സെറ്റ് റേസ് ടു -1. ന്യൂമറേറ്റർ ഇക്വേറ്റിംഗ് ടു ന്യൂമറേറ്റർ 3.9 സെറ്റ് റേസ് ടു -1 പ്ലസ് 6. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, എനെയും ബിനെയും. ദെൻ a പ്ലസ് ബി എന്ന് പറഞ്ഞ ടേംസ് ഒരുമിച്ചാക്കുക, സെറ്റ് റേസ് ടു -1ൻ്റെ ടേംസ് ഒരുമിച്ചാക്കുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിൽ a പ്ലസ് ബിനെ നമുക്ക് 6നോട് ഇക്വേറ്റ് ചെയ്യാം. അതുപോലെ സെറ്റ് റേസ് ടു -1ൻ്റെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3.9 ഈക്വൽ ടു -0.4 a പ്ലസ് 0.5 b എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. a പ്ലസ് ബി ഈക്വൽ ടു 6 എന്ന് നമുക്ക് കിട്ടി. ദെൻ -0.4 a പ്ലസ് 0.5 b ഈക്വൽ ടു 3.9 എന്ന് കിട്ടി. LHSഉം RHSഉം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ഉണ്ട്, ഒന്നുകിൽ എയുടെ അല്ലെങ്കിൽ ബിയുടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ബി എന്ന് പറയുന്ന ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വലാക്കി. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബിയുടെ കോഎഫിഷ്യൻ്റ് 0.5 ആണ്. സോ ഈ ഒരു ഇക്വേഷനെ ഞാൻ 0.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 0.5 a പ്ലസ് 0.5 b ഈക്വൽ ടു 3. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. സോ നമുക്ക് ഇങ്ങനെ കിട്ടും -0.9 a ഈക്വൽ ടു 0.9. സോ എയുടെ വാല്യൂ നമുക്ക് കിട്ടും -1 എന്ന് കിട്ടും. ഈ എയുടെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. സോ b ഈക്വൽ ടു 7 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ നേരത്തെ എഴുതിയ h ഓഫ് സെറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ കിട്ടും -3 പ്ലസ് -1 ഡിവൈഡ് ബൈ 1 പ്ലസ് 0.5 സെറ്റ് റേസ് ടു -1 പ്ലസ് 7 ഡിവൈഡ് ബൈ 1 മൈനസ് 0.4 സെറ്റ് റേസ് ടു -1. അപ്പോൾ നമുക്ക് വേണ്ട ഫോർമാറ്റിൽ നമുക്ക് നമ്മുടെ h ഓഫ് സെറ്റ് കിട്ടി. c പ്ലസ് h1 ഓഫ് സെറ്റ് പ്ലസ് h2 ഓഫ് സെറ്റ്. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പാരലൽ ഫോമിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇനി നമ്മൾ ഡയറക്റ്റ് ഫോം 2 മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. കാസ്കേഡ് ഫോം റിയലൈസേഷനിൽ ചെയ്ത പോലെ ഒരു ഫംഗ്ഷൻ എടുക്കുക, അതിൻ്റെ y ഓഫ് സെറ്റും w ഓഫ് സെറ്റും കണ്ടുപിടിക്കാം, എന്നിട്ട് അത് റിയലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ അപ്പോൾ h1 ഓഫ് സെറ്റ് എടുത്തു, നമ്മൾ ഫസ്റ്റ് അതിൻ്റെ y ഓഫ് സെറ്റ് കണ്ടുപിടിച്ചു, ദെൻ w ഓഫ് സെറ്റ് കണ്ടുപിടിച്ചു. അതേപോലെ h2 ഓഫ് സെറ്റ് എടുത്തു, ഫസ്റ്റ് അതിൻ്റെ y ഓഫ് സെറ്റ് കണ്ടുപിടിച്ചു, w ഓഫ് സെറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇത് വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? കാസ്കേഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വരയ്ക്കേണ്ടത്. കാസ്കേഡിൽ h1 ഓഫ് സെറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും h2 ഓഫ് സെറ്റിൻ്റെ ഇൻപുട്ട്. ആ ഒരു രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ വരച്ചു, എന്നിട്ട് അതിൻ്റെ അടുത്തതായിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ വരച്ചു. സീരീസ് ഫോർമാറ്റിലാണ് നമ്മൾ വരച്ചത്. ഇവിടെ നമ്മൾ പാരലൽ ഫോമിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഫസ്റ്റ് ഇതാണ് നമ്മുടെ h1 ഓഫ് സെറ്റ്, അതിന് താഴെയായിട്ടാണ് h2 ഓഫ് സെറ്റ് വരയ്ക്കുന്നത്. ഇനി വേറെ h3 ഓഫ് സെറ്റ് ഉണ്ടെങ്കിൽ അതിന് താഴെയായിട്ട് വരയ്ക്കാം. ഇങ്ങനെയാണ് നമ്മൾ പാരലൽ ഫോർമാറ്റിൽ വരയ്ക്കേണ്ടത്. h1 ഓഫ് സെറ്റ്, അതിന് താഴെ h2 ഓഫ് സെറ്റ്. കോൺസ്റ്റൻറ്റ് വരയ്ക്കേണ്ടത് ഇതിന് മുകളിലായിട്ട് ഇതാണ് നമ്മുടെ കോൺസ്റ്റൻറ്റ്. -3 എന്ന് പറഞ്ഞിട്ടുള്ള കോൺസ്റ്റൻറ്റ് നമ്മൾ y ഓഫ് സെറ്റിലേക്ക് ആഡ് ചെയ്തു. അതുപോലെ ഇതാണ് നമ്മുടെ h1 ഓഫ് സെറ്റ് വരച്ചിരിക്കുന്നത്. h1 ഓഫ് സെറ്റ് എങ്ങനെയാണ് വരയ്ക്കുക? y ഓഫ് സെറ്റ് ഈക്വൽ ടു -w ഓഫ് സെറ്റ് ആണ്. അപ്പോൾ y ഓഫ് സെറ്റ് എന്ന് പറയുന്നത് w ഓഫ് സെറ്റിനെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത ഫംഗ്ഷൻ എന്താണ്? w ഓഫ് സെറ്റ് ഈക്വൽ ടു x ഓഫ് സെറ്റ് -0.5 സെറ്റ് റേസ് ടു -1 w ഓഫ് സെറ്റ് ആണ്. സോ w ഓഫ് സെറ്റിനെ ഫസ്റ്റ് സെറ്റ് റേസ് ടു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് വീണ്ടും -0.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അത് x ഓഫ് സെറ്റിലേക്ക് കൊടുത്തു. പിന്നെ ഇവിടെ എക്സ് ഓഫ് സെറ്റിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. സോ എക്സ് ഓഫ് സെറ്റ് അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇനി
അടുത്തത് H2 ഓഫ്സെറ്റും അതേപോലെ തന്നെ വരയ്ക്കുക. 7 ഇൻറ്റു W ഓഫ്സെറ്റ് ആണ്. അപ്പോൾ 7 വെച്ചിട്ട് W ഓഫ്സെറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ്രവിക്ക് കൊടുത്തു. ദെൻ W ഓഫ്സെറ്റ് ഈക്വൽ ടു X ഓഫ്സെറ്റ് പ്ലസ് 0.4 Z⁻⁻1 W ഓഫ്സെറ്റ്. അപ്പോൾ എക്സ് ഓഫ്സെറ്റിനെ അങ്ങനെ തന്നെ ഒരെണ്ണം വരച്ചു, ഒരു ലൈൻ വരച്ചു. പിന്നെ Z⁻⁻1 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും 0.4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ്രവിക്ക് കൊടുത്തു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പാരലൽ ഫോമിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് മെത്തേഡ് നമ്മൾ ചെയ്യാം, പാരലൽ ഫോമും കാസ്കേഡ് ഫോമും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.